ഞാനിന്ന് നിങ്ങൾക്ക് അത്ഭുതം നിറഞ്ഞൊരു ദിക്ർ പഠിപ്പിച്ചു തരട്ടെ. ഇത് വെറുമൊരു ദിക്റല്ല, നമ്മുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുന്ന ദിക്റാണ്. ഒരു തവണ, ഒരുപാടൊന്നും വേണ്ടാന്നേ, ഒരു തവണ ചൊല്ലാൻ 2 സെക്കൻഡ് സമയം വേണ്ട. ഒരു തവണ ചൊല്ലിയാൽ, ഈ പറയുന്നത് പോലെ ചൊല്ലിയാൽ നിങ്ങളുടെ ഏതാഗ്രഹവും നടക്കും. നിങ്ങളുടെ മനസ്സിൽ എന്ത് മുറാദാണുള്ളത് ആ മുറാദ് അല്ലാഹ് നടത്തിത്തരും. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പി ആയിരിക്കണം കേട്ടോ. ടെൻഷനാണ് ഉസ്താദേ, എന്തോരം സങ്കടങ്ങളാണ്. നിങ്ങളുടെ മുഴുവൻ ടെൻഷനും അലിയിച്ച് കളയുന്ന അത്ഭുതം നിറഞ്ഞൊരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ. ഒരൊറ്റ തവണ ചൊല്ലിയാൽ നിങ്ങളുടെ ആഗ്രഹം അല്ലാഹ് സാധിപ്പിച്ചു തരും. ആ കൂട്ടത്തിലെ നമ്മുടെ റിലീഫ് പദ്ധതിയുടെ കാര്യം ആരും മറക്കണ്ട കേട്ടോ. കഴിയുന്നതുപോലെ നല്ലൊരു ഹദിയ ആ പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യുക. അള്ളാഹു നമ്മെ ഏറ്റെടുക്കാൻ ഇതിലപ്പുറം എന്താ വേണ്ടത്? അപ്പോൾ ഏതായാലും ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, എല്ലാവർക്കും സമയം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് മനസ്സറിഞ്ഞ് ആ ദിക്ർ ഏതാണെന്നൊന്ന് പഠിക്കാം അല്ലേ? എന്നിട്ട് മനസ്സൊന്ന് തണുപ്പിക്കണം, നമ്മുടെ ടെൻഷനൊക്കെ നീങ്ങണം, ആഗ്രഹങ്ങളൊക്കെ നടക്കണം. പഠിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഖൽബിനകത്ത് അള്ളാനെ വഹിച്ചാൽ അവൻ മുത്തുമഇന്നയുടെ ഉടമയാണ്. എന്തിൻ്റെ ഉടമയാണ്? കേട്ടില്ല? എവിടെ വഹിക്കണം അള്ളാനെ? അതാണ് അൽ ഖൽബു അർശുല്ലാഹി ദുൽ ഇംകാനി വബൈതുഹുൽ മഅമൂറു ഫിൽ ഇൻസാനി. അൽ ഖൽബു അർശുല്ലാഹി, ഈമാനുള്ള മനുഷ്യന്റെ ഹൃദയം അള്ളാന്റെ അർശാണെന്നാണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അവന്റെ കാരുണ്യം കൊണ്ട് പഠിച്ചവൻ അങ്ങനെ ആക്കി തരട്ടെ. അങ്ങനെ ഒരാളായി കിട്ടിയല്ലേ ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും, എത്ര വലിയ തിരമാലകൾക്ക് മുമ്പിലും, എത്ര വലിയ ദാരിദ്ര്യത്തിന്റെ മുമ്പിലും അവൻ കുലുങ്ങുവോ? ആടുക പോലുമില്ല. അതാണ് മുത്തുമഇന്നയുടെ പ്രത്യേകത. ഇവർക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ വളരെ മനോഹരമായി ദുനിയാവിൽ അവരെ രക്ഷപ്പെടുത്തും, ആഖിറത്തിൽ എന്തായാലും രക്ഷപ്പെടുത്തും. ഇപ്പൊ സൂറത്തുർ റഅദിന്റെ 27-ാമത്തെ ആയത്തുണ്ട്, വയഹ്ദീ ഇലൈഹി മൻ അനാബ്. വയഹ്ദീ ഇലൈഹി, നമ്മിലേക്ക് വഴി കാണിക്കും. സ്വർഗത്തിലേക്ക് എന്നല്ല, ആരിലേക്ക്? നമ്മിലേക്ക്. ആർക്കാണ്? മൻ അനാബ്, ഹൃദയവേദനയോടെ നമ്മെ തേടുന്നവർക്ക്. ഹൃദയവേദനയോടെ സൃഷ്ടികളിൽ അഭയം പ്രാപിക്കുന്നവനല്ല, സൃഷ്ടാവില്. ദുനിയാവിൽ അഭയം പ്രാപിക്കുന്നവനല്ല, ദുനിയാവിനെ പടച്ച അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്ന അല്ലേ? അവന്റെ ഖൽബ് ആരിലേക്ക് തിരിയണം? പടച്ചോനെ, ഞാൻ നിന്നെ മറന്നല്ല ഇത്രയും നാള്. മക്കളെ ഒരു മിനിറ്റ് ഇങ്ങോട്ട് നോക്കി, എല്ലാവരും ഇവിടെ നോക്കിയേ. അല്ലാത്തവർക്ക് ഐസ്ക്രീം തരൂല കേട്ടോ. ഇവിടെ നോക്കി ഇച്ചിരി വരും. നമ്മൾ ആരെക്കുറിച്ചാ പറയണേ? കുട്ടികൾ ആരെക്കുറിച്ച് നമ്മൾ പറയണത്? പറയണ ആരെക്കുറിച്ചാ? കേട്ടില്ല? പള്ളി ഒന്ന് കുലുങ്ങട്ടെ പറഞ്ഞേ. ഭയങ്കര കുലുക്കായി പോയി അല്ലേ? പള്ളി ഒന്ന് കുലുങ്ങട്ടെ. എവിടെ? ആരെക്കുറിച്ച് നമ്മൾ പറയണത്? അങ്ങനെ വേണം. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിൽ നിന്ന് വർത്താനം പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടാവോ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കുട്ടികളാണോ? ഗുഡ് ബോയ്സ് ആണോ ബാഡ് ബോയ്സ് ആണോ? കേട്ടില്ല? ഗുഡ് ബോയ് ആണെന്ന് പറഞ്ഞത്. ഗുഡ് ബോയ്സ് ആർക്ക് ഇഷ്ടമുള്ള കുട്ടികളായിരിക്കും? അപ്പം ഉണ്ടായിരിക്കണ്ടേ? കേൾക്കൂ ഉസ്താദിനെ, ഡൗട്ടുള്ള ചോദിക്കോ. മാഷാ അല്ലാഹു നല്ല കുട്ടികളാക്കട്ടെ. സംഗതി കാരണം അപ്പൊ അള്ളാഹുവിലേക്ക് നമ്മുടെ കൽബ് തിരിഞ്ഞാൽ നമ്മുടെ കൂടെ ആരുണ്ടാവും? അന്നുണ്ടാവും. അപ്പൊ അങ്ങനെ അള്ളാഹുവിലേക്ക് ഒരു ഹൃദയവേദനയോടെ, എനിക്ക് ഇത്ര നാൾ നിന്നെ കിട്ടിയില്ല പടച്ചോനെ, എനിക്ക് നിന്നെ വേണമെന്ന ആഗ്രഹത്തിൽ തിരിഞ്ഞാൽ അവർക്ക് അള്ളാഹ് കൂട്ടുണ്ടാവും. ആര് കൂട്ടുണ്ടാവും? അള്ളാഹ് കൂട്ടുണ്ടാവും. അള്ളാഹ് അവനിലേക്ക് വഴി കാണിച്ചു കൊടുക്കും. ഇവരുടെ ഗുണം അള്ളാഹ് പറയുന്നുണ്ട്, ക്വാളിറ്റി പറയുന്നുണ്ട്. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനു,
അവര് സത്യത്തിൽ വിശ്വസിച്ചവരാണ്. എവിടെ വിശ്വസിച്ചവരാ? സത്യത്തിൽ. സൂറത്തുർ റഅദിന്റെ 27-ാമത്തെ ആയത്താണ്. 28-ാമത്തെ ആയത്താണ് ഇപ്പൊ നമ്മൾ ഓതിയത് അല്ലേ? ഇവര് സത്യത്തിൽ വിശ്വസിച്ചവരാണ്. മാത്രല്ല അള്ളാന്റെ ദിക്ർ കൊണ്ട് കൽബിൽ സമാധാനം കിട്ടിയ ആളുകളാണ്. എന്തുകൊണ്ട് സമാധാനം കിട്ടി? എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, അല്ല നിങ്ങൾ അറിയണം, ഇവിടെ ശ്രദ്ധിക്ക്, ചെവി കൂർപ്പിച്ച് കേൾക്കണം. വേറൊന്നും കൊണ്ട് നിങ്ങൾക്ക് സമാധാനം കിട്ടൂല. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. എന്തുകൊണ്ടേ സമാധാനം കിട്ടുള്ളൂ? ദിക്ർ കൊണ്ട്. എന്തുകൊണ്ടേ കിട്ടുള്ളൂ? ഏതാണ് ആ ദിക്ർ? ഏത് ദിക്ർ കൊണ്ട് നമുക്ക് സമാധാനം കിട്ടുക? ഏത് ദിക്ർ കൊണ്ടാ സമാധാനം കിട്ടുക? പറയാവോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? ഏത് ദിക്റാണ്? അമ്പിയാക്കളും ഔലിയാക്കളും പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷപ്പെട്ടത് ഏത് ദിക്ർ കൊണ്ടാണോ ആ ദിക്ർ. പറഞ്ഞേ, അമ്പിയാക്കളും ഔലിയാക്കളും പ്രതിസന്ധികളിൽ രക്ഷപ്പെട്ടത് ഏത് ദിക്ർ കൊണ്ടാണോ ആ ദിക്റാണ് നമ്മുടെ കൽബിന് സമാധാനം. അത് ഏത് ദിക്റാ? അത് വെറും ദിക്റല്ല, ഒരു ബോധ്യത്തിലുള്ള ദിക്റാണ്. ഇന്ന മഅി റബ്ബി, എന്റെ കൂടെ ആരുണ്ട്? റബ്ബുണ്ട്. എന്റെ കൂടെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ചൊല്ലുന്ന ദിക്റാണ്. അത് മാത്രാണ് കൽബിന് സമാധാനം തരാന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. വെറുതെ നാവ് കൊണ്ട് ചൊല്ലിയാ കിട്ടോ? നമ്മൾ നാവ് കൊണ്ട് മാത്രം ചൊല്ലുക, അതുകൊണ്ട് നമുക്ക് സമാധാനം കിട്ടാത്ത. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ പഠിപ്പിച്ച മുഴുവൻ ദിക്റുകളും ഹദീസിൽ വന്ന വാരിദായ മുഴുവൻ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലുന്നുണ്ട് ഒരാള്. പക്ഷെ മോക്കടെ കല്യാണമാണല്ലോ പടച്ചോനെ, എന്ത് ചെയ്യും? ബാങ്കിൽ ഇനി പലിശ അടക്കണം, എന്ത് ചെയ്യും? കടക്കണിയിലാണല്ലോ റബ്ബെ, എന്ത് ചെയ്യും? കെട്ടിയൊക്കെ രോഗമാണല്ലോ റബ്ബെ, ഞാൻ എന്ത് ചെയ്യും? എന്നാ ഇവൻ ദിക്റിന് കുറവുണ്ടോ? ഇവിടെ ഹദ്ദാദിന് ഇരിക്കുമ്പോഴും ഇവന്റെ കൽബ് എവിടെയാണ്? ബാങ്കിലാണ്. ഹദ്ദാദിന് ഇരിക്കുമ്പോഴും മോക്കടെ കല്യാണത്തിന്റെ കാര്യം കുറച്ച് ടെൻഷൻ അടിക്കണം, ഡിപ്രഷൻ പോലെ ആ ഒരു അവസ്ഥയിൽ ഇവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദിക്ർ വലിയ സമാധാനം കിട്ടുന്നല്ലേ അള്ളാഹ് പറഞ്ഞത്. വല്ല കള്ളത്തരം ഖുർആനിൽ അങ്ങനെ ഉണ്ടോ? ഖുർആനിൽ അങ്ങനെ കള്ളത്തരം ഉണ്ടോ? ഉണ്ടോ? മാഅദല്ലാഹ്. അലാ ബിദിക്രില്ലാഹ്, അള്ളാന്റെ ദിക്ർ കൊണ്ട് നിങ്ങൾക്ക് സമാധാനം ഉറപ്പാണ് എന്നാണ് ഖുർആൻ പറയണത്. നിങ്ങൾ എന്തോ ദിക്റിലിട്ട് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ ദിക്റിന്റെ കുഴപ്പമാണത് ആണോ? വെറും നാവ് കൊണ്ട് ചൊല്ലിയാൽ മാത്രം എന്ത് ചെയ്യൂല? നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമല്ലേ ബിരിയാണിയുടെ. ഇപ്പൊ മക്കളെ, ആരെങ്കിലും ഒരാൾ കൈവക്കേ, ഒരാൾ കൈവക്കേ. മാഷാ അല്ലാഹ്. നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താടാ? ബിസ്മി ഹോട്ടലിലെ ഫുഡ് പറയണ്ട, വേറെ എല്ലാം പറഞ്ഞു അല്ലേ? ഇഷ്ടമുള്ള ഫുഡ് ഏതാ? മന്തി. എവിടെ? ഒരു 10 ടൈംസ് പറഞ്ഞേ മന്തിന്ന്. മന്തി 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 10 ടൈംസ് ആയി. വയറുന്നറിഞ്ഞോ? വയറിഞ്ഞോ? മന്തിയുടെ ടേസ്റ്റ് കിട്ടിയോ? കിട്ടിയോ? ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഓട്ടെ. അവനാളെ ഔലിപ്പാപ്പയല്ലോ. എവിടെ വയറ് നോക്കട്ടെ? വയറ് നിറഞ്ഞിട്ടില്ലല്ലോ. എവിടെ നാക്കിട്ടി? മന്തി ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ. കണ്ട മന്തി കഴിച്ചിട്ടില്ല എന്ന്. അപ്പൊ വെറുതെ പറഞ്ഞതുകൊണ്ട് നമുക്ക് മന്തിയുടെ ടേസ്റ്റ് കിട്ടോ? കിട്ടൂല. വയറ് വിശപ്പ് മാറുമോ? പോയിരുന്നു. അതുപോലെയാണ് നമ്മുടെ ദിക്റിന്റെ അവസ്ഥ. ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ല മതി അല്ല മതി അല്ല മതി അല്ല മതി അല്ല മതി. എന്നിട്ടവൻ പോണത് ബ്ലേഡ് വലിച്ചു കൊടുക്കണവൻ്റെ അടുത്തോട്ടാണ്. അല്ല മതി അല്ല മതി അല്ല മതി. എവിടെ അല്ല മതി? അല്ല മതി. അല്ലുണ്ട് 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 അല്ലുണ്ട്. തവക്കൽ തോള തവക്കൽ തോള തവക്കൽ തോള. പഠിച്ചോനെ അടുത്ത മാസം പോക്കട കല്യാണമല്ലോ, എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും? ദിക്ർ എങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ബിരിയാണി എങ്ങോട്ട് ഇറങ്ങണം? വയറ്റിലേക്ക് ഇറങ്ങണം. ദിക്ർ എങ്ങോട്ട് ഇറങ്ങണം? കൽബിലേക്ക് ഇറങ്ങണം. ആ ദിക്റാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് അടക്കം ലഭിക്കുന്ന ദിക്ർ അതാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ആ ദിക്റാണ് എല്ലാ ഇബാദത്തിന്റെയും ജീവൻ. നിസ്കാരത്തിന്റെ ജീവൻ ഏതാ? ദിക്റാണ്. ഏതാണ്? സക്കാത്തിന്റെ ജീവൻ ഏതാ? ഹജ്ജിന്റെ ജീവൻ ഏതാ? എന്നല്ല, നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാ? ദിക്റാണ്. എന്തോ അർത്ഥാനാണ് ഖുർആന പറയുന്നത്. ഏറ്റവും വലിയ ഇബാദത്ത് നിസ്കാരാണോ? അല്ല. ഇവിടുന്ന് ഖത്തീബ് ഖുത്ബ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ഒരു ആയത്തോതും. അവസാനം പറഞ്ഞു വെക്കുന്നത് എന്താ? വലദിക്റുല്ലാഹി അക്ബർ.
വല്ലാഹു യഅലമു മാ തസ്നഊൻ. എന്താ അർത്ഥം? സംഗതി വെറുതെ അങ്ങനെ നമ്മുടെ വർത്താനം പറയണല്ലോ കേട്ടുവാറുണ്ട്. വലദിക്റുല്ലാഹി അക്ബർ, ഏറ്റവും വലുത് അള്ളാന്റെ ദിക്റാണ്. വല്ലാഹു യഅലമു മാ, നിങ്ങൾ ചെയ്തു കൂട്ടണതൊക്കെ അള്ളാഹ് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോ നിസ്കരിക്കണുണ്ടല്ലോ അല്ലേ, നിങ്ങളിപ്പോ നിസ്കരിച്ചില്ലേ, നിങ്ങൾ ഖുത്ബ കേട്ടില്ലേ, ഇതൊക്കെ പടച്ചോൻ കാണുന്നുണ്ട്. സംഗതി നിങ്ങളുടെ കൽബിൽ കിടക്കണമെന്നല്ല കേട്ടോ ദിക്റ്. വലദിക്റുല്ലാഹ്, അള്ളാന്റെ ദിക്റാണ് ഏറ്റവും വലുത്, നിസ്കാരത്തെക്കാൾ വലുത്. നിസ്കാരം നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളത് നിസ്കാരമാകാൻ കാരണം എന്താ? അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കരിക്കണമെന്നാണ് പടച്ചോൻ പറഞ്ഞത്. ആ ദിക്റുള്ള നിസ്കാരാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്. ദിക്റില്ലാത്ത നിസ്കാരം ഏതാ? ഫവൈലുൻ. കണ്ടില്ലേ, ദിക്റുള്ള നിസ്കാരമാണ് ഏറ്റവും വലുത്. ദിക്റില്ലാത്തതോ എങ്ങോട്ടെത്തിക്കും? നാശത്തിലേക്ക് എത്തിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ദിക്ർ എപ്പോഴും വേണം. വലദിക്റുല്ലാഹി അക്ബർ, അതിന്റെ മീതെ വെക്കാൻ വേറൊന്നുമില്ല. ഇബ്നു മാജയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബ അല ഉനബ്ബിഉക്കും ബിഖൈരി അഅമാലിക്കും, നിങ്ങൾ ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്യണില്ലേ, അതിലേറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഞാൻ പറഞ്ഞു തരട്ടെ? ബലാ യാ റസൂലല്ലാഹ്, എന്തിനിപ്പോ ചോദിക്കണേ, അങ്ങ് പറഞ്ഞു താ നബി, ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ്. അത് അസ്കഹ ഇൻദ മലീകിക്കും, നിങ്ങളുടെ നാഥന്റെ അടുക്കൽ അത്ര ശ്രേഷ്ഠത അതിനുണ്ട്. മാത്രല്ല വഖൈരിൻ മിൻ ഇൻഫാഖി ദഹബി വൽ വറഖ്, നിങ്ങൾ സ്വർണവും വെള്ളിയൊക്കെ ദാനം ചെയ്യേണ്ടതിനേക്കാൾ ശ്രേഷ്ഠത ഏതിനാണ്? പോരാ, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠത ആ ഇബാദത്തിനാണ്. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, വമാ ദാക യാ റസൂലല്ലാഹ്, ഏതാണ് ആ ഇബാദത്ത്? ദിക്റുല്ലാഹി ദായിമാ, എപ്പോഴെങ്കിലൊക്കെ ദിക്റില്ല എന്നല്ല, ദിക്റുല്ലാഹി ദായിമാ, നിരന്തരം നിത്യം ആരുടെ ദിക്റിലായിരിക്കണം? ആരുടെ ദിക്റിലായിരിക്കണം? അള്ളാന്റെ ദിക്റിലായിരിക്കണം. നമുക്കെപ്പോഴൊക്കെ ദിക്റുള്ളത്? പള്ളിയിലേക്ക് വരുമ്പോ ദിക്റുണ്ട്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ ദിക്റുണ്ടോ? നമുക്ക് ഉണ്ടോ? ഇപ്പൊ എന്ന് നമ്മൾ ജുമാക്ക് പങ്കെടുത്തില്ല, എല്ലാവരും ഉണ്ടായിരുന്നോ? ഉണ്ടായത്. അങ്ങനെ നിസ്കാരത്തിനെങ്കിലും വന്ന് കൈയ്യട്ടിയവരൊക്കെ ഉണ്ട് കുറെ പേര് അല്ലേ? ജുമാക്ക് എന്തിനാ ജുമാക്ക് വരുന്നത്? എന്തിനാ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. എന്താ പറഞ്ഞേ? ബാങ്ക് വിളിച്ചാല് ജുമാക്ക് പോണം. എന്തിനാ? ഫസ്ഔ ഇലാ, അള്ളാന്റെ ദിക്റിലേക്ക് ഓടിപ്പോണം. എന്തിനാ ജുമാക്ക് പറഞ്ഞത്? എന്തിനാ? നമ്മൾ എന്തിനേക്കണം? മൊയ്ലിയാര് പറഞ്ഞത് സമയം പഠിച്ചോന് 1:15 കഴിഞ്ഞ് 1:16 പുറത്തിറങ്ങിയിട്ട് മൊയ്ലിയാരിക്ക് ഒരു പണി കൊടുക്കണം. ഇനി നമ്മൾ ജുമാക്ക് വന്നത്. നല്ല ജുമാക്ക് വരാൻ പറഞ്ഞ എന്തിനാ? എന്തിനാ? ദിക്റിനാണ്. ഈ ജുമാ കഴിഞ്ഞിട്ട് എന്താ പരിപാടി? നിങ്ങൾ അവിടെ കഥയും പറഞ്ഞിരിക്കാനല്ല പഠിച്ചോൻ പറയണത്. നിങ്ങൾ ജുമാ കഴിഞ്ഞാൽ പിന്നെ അവിടെ കാത്തുകെട്ടി നിൽക്കണ്ട, വേഗം പണിക്ക് വയ്ക്കൂ. വേഗം അള്ളാന്റെ ഔദാര്യത്തിൽ നിങ്ങൾ കച്ചവടം ചെയ്തോ, ലാഭം ഉണ്ടാക്കിക്കോ. ഒറ്റ കണ്ടീഷൻ, ധാരാളം അള്ളാനെ ഓർക്കണം. അപ്പോ നിസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നാലും ദിക്ർ, പള്ളിയുടെ പുറത്തിറങ്ങിയാലും ദിക്ർ, നിരന്തരം 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 ദിക്ർ. ദിക്റുല്ലാഹി ദായിമ. നമ്മൾ ഈ പറഞ്ഞ പോലെ തസ്ബീഹ് കയ്യിൽ വെച്ചിട്ട് ഒരുത്തന്റെ മുഖത്തോട്ടൊക്കെ ഉണ്ട്, ഈ സാധനം അല്ല ദിക്ർ. ഇതല്ല. ആരെങ്കിലൊക്കെ വർത്താനം പറയുമ്പോഴത്തേക്കും നമ്മളോട് ഇങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലും വലൈക്കും അസ്സലാം, ഇതല്ല നമ്മുടെ ദിക്ർ. ഇതല്ല ദിക്റുല്ലാഹി ദായിമ. അതിഥികളോട്, നമ്മളോട് അഭിമുഖം സംസാരിക്കാൻ വരുന്ന ആളുകളോട് മാന്യമായിട്ട് പെരുമാറണം. അതാണ് അള്ളാന്റെ ദിക്ർ. അതാണ് അള്ളാന്റെ ദിക്ർ. ഏതെങ്കിലുമൊക്കെ അതിഥികൾ വീട്ടിലേക്ക് വരുമ്പോ ഞാനേ ചില ദിക്ർ എനിക്ക് ചൊല്ലി തീർക്കാൻ, നിങ്ങൾ ഇരിക്കട്ടാ, അടിച്ച് പൊട്ടിക്കണവനൊക്കെ. ഇത് ഏത് ദീന, ഏത് ദിക്റാ അത്? ഇവിടെ ഒരു അതിഥി ഉച്ച സമയത്ത് വീട്ടിലേക്ക് വരികയാണ്. നമ്മൾ നോമ്പ് പിടിച്ചിട്ടുണ്ട്, സുന്നത്ത് നോമ്പ് പിടിച്ചിട്ടുണ്ട്. ഉച്ചക്ക് നമ്മൾ ഭക്ഷണം അവന് വെച്ചു കൊടുത്തു. നിങ്ങൾ ഇരിക്കണില്ലേ? എനിക്ക് നോമ്പാ. ആ നോമ്പ് അല്ലാഹ്ക്ക് വേണ്ട. അവിടെ മുറിക്കൽ സുന്നത്തു റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ മുറിക്കണം. അതാണ് അള്ളാന്റെ ദിക്ർ. ആർക്ക് വേണ്ടി മുറിക്കണം? അല്ലാണ്ട് ഉമ്മാരൊക്കെ മന്തി തിന്നുമ്പോ ഞാനിങ്ങനെ നോമ്പ് പിടിച്ചിട്ട് സാരല്ല സുന്നത്തല്ലേ ഞാൻ തിന്ന, അതല്ല. ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. അതാണ് ദിക്ർ എന്നേ. എല്ലായിടത്തുമുള്ള ദിക്ർ.
എല്ലായിടത്തുമുള്ള ദിക്ർ അത് കൽബിൽ തട്ടിയുള്ള ദിക്റാണ്. അവൻ സംസാരിക്കുമ്പോഴും അവന്റെ കൽബ് അല്ലാഹുവിന്റെ ദിക്ർ. ആ ദിക്റുള്ളവൻ മോശമായതു വല്ലതും വായിന്ന് മൊഴിയോ? അവന്റെ ശ്വാസത്തിലും ദിക്ർ, എവിടെയും ദിക്ർ, ശ്വാസത്തിലും ദിക്ർ. ഒരു ശ്വാസം അങ്ങോട്ട് വലിക്കുമ്പോ അല്ലാ, താഴേക്ക് വിടുമ്പോ അല്ലാ. അത് അനുഭവിച്ചവരുടെ ആനന്ദം അവർണ്ണനീയമാണ്. അത് ആസ്വദിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോ കച്ചവടമാകട്ടെ ഏത് സമയത്താകട്ടെ ദിക്റുല്ലാഹി നിരന്തരം ഉണ്ടാകണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. എന്നിട്ട് അല്ലാഹ് പറയുന്നുണ്ട്, അപ്പൊ ഉസ്താദേ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റും, ഇപ്പൊ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുമ്പോ എങ്ങനെ ഇപ്പൊ ദിക്ർ? റിജാലുൽ ലാ തുൽഹീഹിം തിജാറതു വലാ ബൈഉൻ അൻ ദിക്രില്ലാ. അള്ളാഹ്ക്ക് ചില ആൺകുട്ടികളുണ്ട്, ആ പ്രയോഗം പെണ്ണൊക്കെ ഉൾപ്പെട്ടു. അള്ളാഹ്ക്ക് ചില കുട്ടികളുണ്ട്, അള്ളാന്റെ ആളുകളുണ്ട്. അവർ കച്ചവടം ചെയ്താലും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും ചരക്കുകൾ എടുത്തു കൊടുക്കുമ്പോഴും അവരുടെ കൽബന്തിലായിരിക്കും, ദിക്റുല്ലാഹിലായിരിക്കും. ഇവരാണ് അള്ളാന്റെ ആൺകുട്ടികളെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നിത്യം ദിക്ർ, ഉറക്കത്തിലും വേണമെന്ത്? കിടക്കാൻ നേരത്ത് ദിക്റിൽ കിടന്നാൽ മതി, എഴുന്നേൽക്കുമ്പോ ദിക്റിൽ എഴുന്നേറ്റാൽ മതി. ഇതൊക്കെ ദിക്റിലായാൽ ദിക്റുല്ലാഹി ദായിമ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ അമലാന്ന് പറഞ്ഞ നിസ്കാരത്തെക്കാൾ, നോമ്പിനേക്കാൾ, പള്ളിക്ക് 1 ലക്ഷം രൂപ കൊടുക്കുന്നതിനേക്കാൾ ലാഭം എന്താണ്? ഇതിപ്പോ ലാഭമായല്ലോ. ഇവ ദിക്റും ചൊല്ലിയിരുന്ന ആ ദിക്റുള്ള കൽബിനുള്ളവൻ 1 ലക്ഷത്തിന് വരെ 2 ലക്ഷം ഉണ്ടാക്കി കൊടുക്കും. കൽബിൽ എന്തുണ്ട്? ദിക്റുള്ളയുണ്ട്. അവനെ മുത്തുമഇന്ന, സമാധാനം ആസ്വദിക്കാൻ പറ്റൂ. പരിശുദ്ധ റസൂലുള്ളാഹ് ഹദീസിൽ നിന്ന് വെച്ചാൽ ഇമാം ഗസ്സാലി പറയുന്നുണ്ട്, വഇൻ ഖുൽത ഫമാ ബാലു ദിക്റുല്ലാഹ്. നീ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നീ ചിന്തിക്കും. ഫഇൻ ഖുൽത, നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നീ ചോദിക്കും, ഫമാ ബാലു ദിക്റുല്ലാഹ്. എന്താ ഈ ദിക്റുല്ലാന്റെ കാര്യം? ഭയങ്കര അത്ഭുതമാണല്ലോ. അള്ളാനെ സ്മരിക്കാന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണല്ലോ അല്ലേ? കാരണം അത് നാവിന് ഭയങ്കര ഈസിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വല്ല പ്രയാസമുണ്ടോ ചൊല്ലാൻ? ഭയങ്കര ഈസിയാണ്. എന്നാ മറ്റു ഇബാദത്തുകളൊക്കെ എന്തോരം പൈസ ചെലവുണ്ട്. ഹജ്ജിന് പോകാനായിട്ട്, നിസ്കരിക്കാനായിട്ട് നമ്മളിങ്ങനെ കുനിയണം, എഴുന്നേൽക്കണം അല്ലേ? ഭയങ്കര പാടാണ്. എന്നാ നിസ്കാരം, ഈ ദിക്റിന് വല്ല പ്രയാസമുണ്ടോ? എന്നിട്ടും ഇതിന്റെ ഒരു ശ്രേഷ്ഠത അത്ഭുതമാണല്ലോ എന്ന് ബുദ്ധിയുള്ളവൻ ചിന്തിക്കുമെന്ന് ഇമാം അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഇന്നൽ മുഅസ്സിറ അന്നാഫിഅ ഹുവ ദിക്റു അല ദവാം മഅ ഹുദൂരിൽ ഖൽബി. ഏത് ദിക്റാ ഫലം ചെയ്യാ? ഹുദൂറുൽ ഖൽബുള്ള ഹൃദയത്തിൽ ആരുണ്ടാകാൻ പാടുള്ളൂ ദിക്റിന്റെ സമയത്ത്? അവന്റെ നിരന്തരം, അവൻ ഏത് ജോലി ചെയ്താലും ഖൽബിൽ ആര് മാത്രം? നമുക്ക് അള്ളാനെ ഓർമ്മ വരണമെങ്കിൽ ഒരു മയ്യത്തിന്റെ മുമ്പിലേക്ക് എത്തണം. പടച്ചോനെ, അപ്പോഴാ നമ്മൾ നെഞ്ചത്തെ വെച്ചിട്ട് പടച്ചോനെ വിളിക്കുക അല്ലേ? അല്ലാതെ എപ്പോഴാ നമുക്ക് അള്ളാനെ ഓർമ്മ വരുന്നത്? പള്ളിക്കാട് കാണുമ്പോൾ അള്ളാനെ ഓർക്കാറുണ്ട് അല്ലേ? ആ പള്ളിക്കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹ് വരാറുണ്ടോ കൽബിൽ? ദിക്റുല്ലാഹി ദായിമ, നിരന്തരം അള്ളാന്റെ ദിക്ർ. സയ്യിദുനാ റസൂലുള്ളാഹ്. ദിക്ർ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണെന്നറിയോ? ഏറ്റവും വലിയ മഹത്വം. ദുനിയാവും കിട്ടും, ആഖിറവും ഒക്കെ കിട്ടും. എല്ലാത്തിലും ഉപരി അള്ളാന്റെ കൂട്ട് ലഭിക്കും. അതാണ് ദിക്ർ കൊണ്ട് കിട്ടുന്ന ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. കൂട്ടുണ്ടായാൽ, ഒരു കരുത്തനായ മനുഷ്യന് കൂട്ട് കിട്ടിയ നമ്മുടെ അവസ്ഥ എന്താ? ഇപ്പൊ ഒരാൾ പറഞ്ഞു, നിന്നെ കൈ കിട്ടിട്ടടാ, നിന്നെ ഞങ്ങൾ തല്ലി കൊല്ലും. അപ്പോ ആ നാട്ടിലെ ഏറ്റവും വലിയ ജിമ്മം വന്നിട്ട് പറയണ്ട്, നീ എന്തിനാടാ പേടിക്കണത്? ഒരു മിസ് കോള് മതി, ഞാനുണ്ട് നിന്റെ അടുത്ത്. വേണ്ട, നിന്റെ വീടിന്റെ വാതിക്ക ഞാൻ കാവല് കിടന്നോളാം. സമാധാനമായിട്ട് കിടന്നുറങ്ങൂലേ? ഒരാൾക്ക് മോളെ കെട്ടിക്കാനുണ്ട്, എന്ത് ചെയ്യും റബ്ബേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ മമതാജി പറയുന്നത്, നീ എന്തിനാ പേടിക്കണേ? മോളെ കെട്ടിക്കണേ. എത്ര പവനെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്? ഞാൻ ഒന്നും കൊടുക്കാന്നൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും നമ്മൾ മോളെ കെട്ടിച്ചു വിടുമ്പോൾ ഒരു 10-20 പവനെങ്കിലും കൊടുക്കുക. അത് ഞാൻ തരാടാ. സമാധാനമായിട്ട് കിടന്നുറങ്ങൂലേ? ഇവിടെ സൃഷ്ടിയുടെ കൂട്ടിന്റെ കാര്യമല്ല പറയണത്. ഈ സൃഷ്ടികളെ ഒക്കെ പടച്ച നാഥനായ റബ്ബിന്റെ കൂട്ട് കിട്ടും. നമ്മൾ വെറുതെ പറയും ഇന്നമഈ റബ്ബി എന്ന് വെറുതെ പറയും. പക്ഷെ മമ്മദാജിയുടെ കൂട്ട് കിട്ടിയതുപോലെ ഉറപ്പ് നമുക്കുണ്ടോ? ഉറപ്പില്ലാതെ വെറുതെ പറയുന്ന ദിക്ർ പാഴ്വേലയാണ്. ഉറപ്പുള്ള ദിക്ർ കൊണ്ട് ഖൽബ് ടെൻഷൻ ഫ്രീ ആകൂ. സയ്യിദുനാ റസൂലുള്ളാഹ്. ഒരു ഖുദ്സിയായ ഹദീസ് ഉണ്ട്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹ് പറയാൻ, അന ഇൻദ ളന്നി അബ്ദി ബി വഅന മഅഹു ഇദാ ദക്കറനി. വല്ലാത്തൊരു ഹദീസാണിത്. അന ഇൻദ ളന്നി അബ്ദി ബി. എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത്, ഞാൻ
അങ്ങനെയാണ്. എന്റെ റബ്ബ് കടം വീട്ടും, കടം വീടും. എന്റെ റബ്ബ് രോഗം മാറ്റും, രോഗം മാറും. എന്റെ റബ്ബ് എന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കും, സ്വാലിഹീങ്ങളാകും. ആരാ പറയണത്? അല്ല കളവ് പറയൂ? ആരെങ്കിലുമൊക്കെ കടത്തിക്കൂട്ടിയ ഹദീസാണോ? ഇതല്ല, സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഖുദ്സിയായ ഹദീസാണ്. എന്റെ അടിമ എന്നെ എങ്ങനെയാണോ, ദ്വാരക്ക പോലും വേണ്ട, എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയാണോ ഞാൻ അങ്ങനെ ആയി തീരുമെന്ന് അള്ളാഹ് പറഞ്ഞതായി സയ്യിദുനാ റസൂലുള്ളാഹ്. പലരും പറയാറുണ്ട്, ഉസ്താദേ അത് പറഞ്ഞൊക്കെ ശരിയാണ്. ഞാൻ ഈ ഹദീസ് പറഞ്ഞെടുത്ത യൂട്യൂബിലെ കമന്റ്, ഞാൻ എത്ര 10-40 കൊല്ലായി പടച്ചോൻ കടം വീട്ടും, പടച്ചോൻ കടം വീട്ടും, എന്റെ രോഗം മാറ്റും എന്നൊക്കെ വിചാരിച്ചിരിക്കണം. എവിടെ എവിടെ ഒരു പ്രശ്നമുണ്ടോ അവിടെ? ഇല്ലേ? നമ്മളൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ സംഗതി നടന്നിട്ടുണ്ടോ? ഉണ്ടോ? എന്തേ കാരണം? ഒന്നും കൂടെ ആ ഹദീസ് ഒന്ന് വായിച്ചു നോക്കിയ, അന ഇൻദ ളന്നി അബ്ദി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നോ ഞാൻ അങ്ങനെയോ. ഞാൻ വിചാരിച്ചല്ലോ, സംഗതി ശരിയായില്ല. ഒന്നും കൂടെ വായിച്ച്, അന ഇൻദ ളന്നി അബ്ദി, എന്റെ അടിമ. ആര്? പണത്തിന്റെ അടിമയല്ല, അഹങ്കാരത്തിന്റെ അടിമയല്ല, കാമത്തിന്റെ അടിമയല്ല. കാമത്തിന്റെ അടിമ ഹറാമിലേക്ക് ലൈംഗിക ചിന്ത പോകുന്നവനാണ് കാമത്തിന്റെ അടിമ, അല്ലേ? സമ്പത്തിന്റെ അടിമയല്ല, അസൂയയുടെ അടിമയല്ല, അഹങ്കാരത്തിന്റെ അടിമയല്ല. അബ്ദി, എന്റെ അടിമ. എന്റെ അടിമയായി നോക്ക് നിങ്ങൾ, എന്നിട്ട് എന്നെ കുറിച്ച് നല്ലത് വിചാരിച്ചു നോക്കേ. അതുപോലെ ഞാനങ്ങ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാഹു റബ്ബുൽ ആലമീൻ. ഹദീസിന്റെ കുഴപ്പമല്ല, ആരുടെ കുഴപ്പാ? നമ്മുടെ കുഴപ്പാണ്. എന്നിട്ട് പറയുന്നത് എന്താ? വഅന മഅഹു ഇദാ ദക്കറനി, എന്നെ ദിക്ർ ചെയ്താൽ ഞാൻ അവന്റെ കൂടെ ഉണ്ട്. എന്നെ ദിക്ർ ചെയ്താൽ, ഒരു ഖുർആൻ അയച്ചില്ലേ, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി. ഫദ്കുറൂനി, എന്നെ നിങ്ങൾ ഓർക്കണം, ഓർത്താല് ഞാൻ നിങ്ങളെ, ഞാൻ ഓർക്കണമല്ലോ നിനക്ക് എന്നെ ഓർക്കാൻ. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. നമ്മൾ അള്ളാന്റെ നോട്ടത്തിൽ നിന്ന് എപ്പോഴെങ്കിലും മാറുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ പറഞ്ഞത് ആ സംഗതി ഒന്നല്ല. ഫദ്കുറൂനി, ഇപ്പൊ നമ്മൾ പറയും ഫദ്കുറൂനി, അത് ഞാൻ ഓർക്കുമ്പോ അള്ളാഹ് എന്നെ ഓർക്കും. അപ്പൊ ഞാനിങ്ങനെ പറയണം, പടച്ചോനെ നീ എത്ര വലിയവൻ, അപ്പൊ പടച്ചോൻ അവിടെ ഷാഫി എത്ര ചെറിയവൻ, അല്ലേ? അള്ളാഹ് നീ ഭയങ്കര സമ്പന്നൻ, അപ്പൊ അള്ളാഹ് അവിടെ നിന്ന് ഷാഫി എത്ര പാവപ്പെട്ടവൻ. ഇങ്ങനെ ഓർക്കുമെന്നാണ് അതിന്റെ അർത്ഥം? അല്ല. ഫദ്കുറൂനി അദ്കുറുക്കും, ആ ഖൽബുള്ള അള്ളാന്റെ അടിമ ഖനിയായ റബ്ബേ എന്ന് വിളിക്കുമ്പോ, ഐശ്വര്യവാനായ റബ്ബേ എന്ന് വിളിക്കുമ്പോ, നിനക്ക് ഐശ്വര്യമില്ലെങ്കിൽ, നീ ഐശ്വര്യമില്ലാത്തവനാണെങ്കിൽ, നിന്റെ കൽബിലേക്കും നിന്റെ ജീവിതത്തിലേക്കും ഐശ്വര്യം തന്നുകൊണ്ടല്ല നിന്നെ ഓർക്കും. ഐശ്വര്യം ഇതാണ് അതിന്റെ ഒരർത്ഥം. തൽക്കാലാർത്ഥത്തിൽ നിൽക്കട്ടെ. രഹസ്യങ്ങൾ നിറഞ്ഞ മനോഹരമായ അർത്ഥങ്ങളൊക്കെ ഉണ്ട്, അത് പിന്നീട് പറയാം. എങ്ങനെ നിന്നെ ഓർക്കൽ? എങ്ങനെ? നീ എന്നെ കൂടുതലായി ഓർക്കുമ്പോ നിന്റെ ആവശ്യങ്ങൾ നമ്മളിപ്പോ പറയാറില്ലേ, എടാ നീ ഗൾഫിലൊക്കെ പോയി പച്ചോടിക്കുമ്പോ എന്നെ ഓർക്കണോട്ടാ എന്ന് പറഞ്ഞാൽ എന്താ? പച്ചോടിച്ച് ചെയ്യുമ്പോ അവിടെ ഇരുന്നിട്ട് ഷാഫി നല്ലോനാ എന്ന് ഓർക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അല്ല പിന്നെന്താ? എന്റെ കാര്യം കൂടെ ഒന്ന് സംഗതി അതാണ്. ഫദ്കുറൂനി അദ്കുറുക്കും, എന്നെ സ്മരിച്ചാൽ നീ എന്നെ എങ്ങനെയാണോ സ്മരിക്കുന്നത്, ഞാൻ അങ്ങനെ അങ്ങാകും. നിന്റെ പ്രശ്നങ്ങൾ ഞാൻ തീർത്തു തരും. അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്നിട്ട് പറയുന്നത് എന്താ? വഷ്കുറൂലി വലാ തക്ഫുറൂൻ, എനിക്ക് നന്ദി ചെയ്യണം, അല്ലാതെ കള്ളക്കാഫിര്യങ്ങളായി പോകരുത്. അള്ളാഹ്ക്ക് ഇപ്പൊ എങ്ങനെയാ നന്ദി ചെയ്യാം? ഇപ്പൊ നമ്മളിപ്പോ എന്റെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോ, ഇപ്പൊ ഒരാൾ വന്നിട്ട് അവിടെ എല്ലാ സാധനങ്ങളും റെഡിയാക്കാൻ ഹെൽപ്പ് ചെയ്തു. അപ്പൊ എനിക്ക് അയാളോട് എങ്ങനെ തിരിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അയാളുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം? നേരത്തെ പോയിട്ട് സംഗതിയൊക്കെ സെറ്റാക്കി കൊടുക്കുക. അല്ലെങ്കിൽ വെറുതെ താങ്ക് യു എന്നെങ്കിലുമൊക്കെ പറയാം, അല്ലേ? അള്ളാഹിനോട് ഇപ്പോ പൈസ തന്ന പഠിച്ചോനെ താങ്ക് യു, പൈസ തന്ന പഠിച്ചോനെ താങ്ക് യു, വീട് തന്ന പഠിച്ചോനെ താങ്ക് യു എന്ന് പറഞ്ഞാൽ നന്ദിയാവോ? അള്ളാഹിനെ പൊക്കി അങ്ങോട്ട് കൊമ്പിൽ കയറ്റാൻ പറ്റുമോ? പൊക്കി നമ്മളൊക്കെ കയറ്റണ പോലെ അങ്ങനെ പറ്റുമോ? അള്ളാഹ് അങ്ങനെ പൊങ്ങുന്നവനാണോ? ഞാൻ ഇതേപോലെ ഒരു സദസ്സിൽ ചെന്നപ്പോൾ പെട്ടുപോയിട്ടുണ്ട്. എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചു, പ്രഭാഷണത്തിന് വിളിച്ചതാണ്. അപ്പൊ എന്നോട് സംഘാടകർ പറഞ്ഞു, മറ്റു ഉസ്താദ് അവിടെ ദ്വാരക്കാനുണ്ട്, ഒന്ന് പോയി കണ്ടോളിന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് അവിടെ ഇരുന്നപ്പോൾ മൂപ്പരിക്ക് പറയാനുള്ളത് മുഴുവൻ മൂപ്പരുടെ കടത്തിന്റെ കേസും മക്കൾ വഴിതെറ്റി പോയ കേസും എന്നോട് പരാതി പറയാണ്. ഏത്? ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പരാതി മാറ്റാൻ ദ്വാരക്കാൻ വന്ന ഉസ്താദിന് എന്നോട് സങ്കടം പറഞ്ഞിരിക്കാനേ നേരുള്ളൂ. ശരി, അതൊക്കെ കേട്ട് അതൊക്കെ ശരിയാവും ശരിയാവും ഉസ്താദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രസംഗിക്കാൻ വന്നു. പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് മുപ്പരുടെ ദ്വാരക്കണതിന് മുമ്പ് നിങ്ങളെല്ലാവരും ദിക്ർ ചൊല്ലണം. എന്നിട്ട് മുപ്പര് ഉദാഹരണം പറയുന്നുണ്ട്, ദിക്ർ ചൊല്ലി അതെല്ലാം സാധിപ്പിച്ചു തരും.
തെളിവുണ്ട്. തെളിവ് ഖുർആനിൽ നിന്നല്ല ഉപരി പറയണം. ഉപരി നാടൻ കഥ പറയാം. നമ്മുടെ നാട്ടില് സമ്പന്നനായ അറുപിശുക്കനായ ഒരു മൊയ്ത് ഹാജി ഉണ്ടെന്ന് വിചാരിക്കാം. മൊയ്ത് ഹാജിക്ക് 5 പൈസ മൂപ്പര് ആർക്കും കൊടുക്കൂല. പക്ഷെ മൂപ്പര സദസ്സിലിരുത്തിക്കൊണ്ട് നമ്മളിപ്പോ ഒരു പ്രസംഗം നടത്തുകയാണ്. മൊയ്ത് ഹാജി എത്ര നല്ലോനാ, എത്ര എത്തിയും മക്കളെ പോറ്റിയോനാ, പാവപ്പെട്ടവനെ വാരിക്കോരി എടുക്കുന്നവനാന്ന് പറയുമ്പോ മൊയ്ത് ഹാജി 100 തരാൻ വിചാരിച്ചതിനൊരു എത്ര തരും? 1000 തരും. 100-ന് 1000 തരും. അതുപോലെ നിങ്ങൾ അള്ളാഹുനോട് അല്ല എത്ര വലിയവനാ, അല്ല എത്ര വലിയ, ഇത് കേട്ട് പടച്ചോനങ്ങൾ പൊങ്ങിയിട്ടേ അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് അടിയണ്ടേ. ആലോചിക്ക്, ഈ ജനങ്ങളെ വഴിതെറ്റിക്കുന്നത് ഈ ജാതി ചങ്ങാതിമാരല്ലേ. പച്ച ഷാളൂട്ടങ്ങൾ ഇറങ്ങിക്കോളൂ. എല്ലാവരും അങ്ങനെയാന്നല്ലോ കേട്ടോ. അതൊന്നും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കുറെ എണ്ണം ഇങ്ങനെ ഉണ്ടേ. ആരാന്നും നമ്മളിപ്പോ കുറ്റം പറഞ്ഞതല്ലല്ലോ, ആരാ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിലെ സംഗതിയുള്ളൂ. അങ്ങനെയാണോ അല്ല? ആണോ? നമ്മുടെ കൽബ് അറിയാൻ പാടില്ലാത്തവനാണോ പടച്ചോൻ? അങ്ങനെ നമ്മൾ പൊക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പൊങ്ങിപ്പോവാൻ നിൽക്കണോ റബ്ബ്? ആണോ? അങ്ങനെയാണോ ദിക്റിലുണ്ടത്? ആണോ? മൂസാ നബി ചോദിക്കുന്നുണ്ട്, യാ റബ്ബി കൈഫ അഷ്കുറുക്, ഞാൻ എങ്ങനെയാ പടച്ചോനെ പിന്നെ നിനക്ക് നന്ദി ചെയ്യേണ്ടത്? വഅൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലേ അല്ലാ, ഞാൻ എങ്ങനെ ഇപ്പൊ നിനക്ക് നന്ദി ചെയ്യാ? അല്ലാഹ് പറയുന്നുണ്ട്, തദ്കുർനി വലാ തൻസാനി വഇദാ ദക്കർതനി ഫഖദ് ശക്കർതനി. മൂസാ, ഒരു കാര്യം ചെയ്താൽ മതി, നീ എന്നെ മറക്കരുത്. നീ എപ്പോഴും എന്നെ എന്ത് ചെയ്യണം? ഓർക്കണം. എന്റെ ദിക്റിലായി എപ്പോഴും ജീവിക്കണം. എന്നെ മറക്കരുത്. എന്നെ ദിക്ർ ചെയ്യൽ തന്നെയാണ് എനിക്കുള്ള നന്ദി എന്ന് അള്ളാഹു പറയുന്നത് ആരോടാ? കലീമുല്ലാഹി മൂസാ. നിനക്ക് ആരോഗ്യം വരുമ്പോ നീ ആരോർക്കണം? ഉറക്കെ പറഞ്ഞ ആരോർക്കണം? 10 പുത്തൻ കയ്യിൽ വരുമ്പോ ആരോർക്കണം? ഒരു കാറ് വാങ്ങുമ്പോ ആരോർക്കണം? രോഗം വരുമ്പോ ആരോർക്കണം? കയ്യിൽ പൈസയൊക്കെ തീർന്നുപോയി, നീ ആകെ പാപ്പരായി, ആരോർക്കണം? നിനക്ക് പള്ളിയുടെ വക ഒരു ആദരവ് കിട്ടുമ്പോ നീ ആരോർക്കണം? പള്ളിക്കാരെല്ലാം കൂടെ നിന്നെ നാണം കെടുത്തിയാലും നീ ആരോർക്കണം? അല്ലാഹ് മുഇസ്സ് മാത്രല്ല, മുദില്ലും യാ മുദില്ലു, നാണം കെടുത്തുന്ന പടച്ചോനെ എന്നൊരു പേരും അല്ലാഹ്ക്കുണ്ട്. എന്ത് സംഭവിച്ചാലും ആരെ ഓർക്കണം? ആരെ ദിക്ർ ചെയ്യണം? പറഞ്ഞേ, അല്ലാഹ്. ഈ ഓർമ്മ മതി, ഇതാണ് എനിക്കുള്ള നന്ദി എന്ന് അള്ളാഹു ആരോടാ പറയുന്നേ? നബിയുല്ലാഹി മൂസാ ഇസ്ലാം. ഈ ദിക്റാണ് തത്വമഇന്നുൽ ഖുലൂബ് ഉണ്ടാക്കുക ഏത് സമയത്തും. അല്ലാഹ് ഈ ദിക്ർ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. നമുക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കളൊക്കെ പഠിപ്പിക്കും. ഇത് നമ്മൾ റാത്തിബിൽ ചൊല്ലുന്നുണ്ടല്ലേ? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി മഈ. സംഗതി ഒരു പാട്ട് പാടും പോലെ അങ്ങനെ പാടുത്തീരും. 11-നപ്പുറം 12 പോയി നോക്കട്ടെ വർത്താനം. നമ്മളിങ്ങനെ എണ്ണിക്കൊണ്ടിരുന്നു. ചില ആൾക്കാരുണ്ടെന്നേ, നമ്മളും ഏതെങ്കിലുമൊക്കെ റാത്തീവിന് പോകുമ്പോ ഇങ്ങനെ അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരാൾ അതിനത് 11 ഒരെണ്ണം എക്സ്ട്രാ ചൊല്ലിപ്പോവല്ലേ? ഇരുന്നടങ്ങേറാൻ സംഗതി. ഇത് ചൊല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? കൽബിലുണ്ടോ? ഈ അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങളൊക്കെ ഈ ദിക്ർ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് അടുത്തു. ഇങ്ങനെ ചൊല്ലി അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മളെ പഠിപ്പിച്ചു തന്നു. പക്ഷെ നമ്മള് കൽബെപ്പോഴും ഇതിപ്പോ 11 വെച്ച് ചൊല്ലുമ്പോ മൊത്തം ദിക്റുകൾ 10-12 ഉണ്ട്. 12 × 11 ഡാഷ് ഇടങ്ങേറാണ് അല്ലേ? അല്ലെങ്കിൽ അല്ല ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ചൊല്ലുന്നാരാ? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. എന്റെ കൂടെ ആരുണ്ട്? അല്ലണ്ട്. അതാണ് ദിക്ർ. അൻതൽ ഹാദി, അൻതൽ ഹഖു, ലൈസൽ ഹാദി. നീയല്ലാതെ ഇല്ല പടച്ചോനെ, നീയുള്ളൂ എന്ന് പറയണേ. ആ ബോധ്യം നമ്മുടെ കൽബിൽ കയറുന്നുണ്ടോ? ആ ബോധ്യത്തിൽ ചൊല്ലുന്ന ദിക്റാണ് മുത്തുമഇന്നെ ഉണ്ടാക്കുക. ഇനി ആ ബോധ്യം എങ്ങനെ വരുത്തും? അത് നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. പോരെ? അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ സംഗതി പിടികിട്ടിയില്ലേ? ഈ ദിക്റാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഏത് ദിക്ർ? അല്ല എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ചൊല്ലുന്ന ദിക്ർ. അങ്ങനെ ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിക്കണം മജ്ലിസൊക്കെ ആയിട്ട്, വേണ്ടേ? അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. 6:45 എല്ലാവരും ഉണ്ടാവണം കേട്ടോ. പല ആളുകളും നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തിട്ടുണ്ട്. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. ഇന്നത്തെ 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം, എല്ലാവരും വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ലേ? ഒരാൾ പോലും ഷെയർ ചെയ്യാതിരിക്കരുതേ. നമ്മൾ നിമിത്തം ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ ഹൈറല്ലേ? അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്. ഇസ്രാ മിഅറാജൊക്കെ കടന്നു വരികയാണ്. മിറാജിൻ്റെ രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു 50 വഖത്ത് നിസ്കാരം കൊടുത്തപ്പോൾ അത് 5 വഖത്താക്കി ചുരുക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ച നബിയുടെ പേരെന്താണ്?
എല്ലാവരും കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് മുറാദുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് രാത്രിയിൽ പ്രത്യേകം ദ്വാരക്കാം. എന്തെല്ലാം മുറാദുകളാണോ കമൻറ്റ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് മനസ്സിലുള്ളത്, അതൊക്കെ അള്ളാഹ് ഹാസുലാക്കി തരട്ടെ. സങ്കടങ്ങളെല്ലാം നീക്കിത്തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ സഹോദരങ്ങളെ, പാവപ്പെട്ട കുടുംബങ്ങളെ ഏറ്റെടുത്തതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ പടച്ചോനെ ഏറ്റെടുക്കട്ടെ. അവനെ തിരിച്ചറിയാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.